ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ലൂക്കാസുവിശേഷം 18-ാം അധ്യായം ആരംഭിക്കുന്നത് ഈയൊരു ഓർമ്മപ്പെടുത്തലോടെയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നുപോകുമ്പോൾ ആ വിധവയുടെ മുഖം നമ്മുടെ മനസാക്ഷിക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്നത് എല്ലാം ഇൻസ്റ്റന്റായി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. മരുന്നായാലും ഭക്ഷണമായാലും എന്തിന് ഇന്റർനെറ്റിന്റെ വേഗതയുടെ കാര്യത്തിൽ പോലും ഒരു നിമിഷത്തെ താമസം നമുക്ക് സഹിക്കാൻ കഴിയില്ല. ഈയൊരു മനോഭാവം നമ്മുടെ പ്രാർത്ഥനകളിലേക്കും കടന്നു വന്നിരിക്കുന്നു എന്നതാണ് സത്യം. 1-2 വട്ടം പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടിയില്ലെങ്കിൽ ദൈവം കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് നിരാശരായി പിന്മാറുന്നവരാണ് നമ്മളിൽ പലരും. ഇവിടെയാണ് യേശു ആ വിധവയെ നമുക്ക് മാതൃകയായി നൽകുന്നത്. ദൈവത്തെ ഭയമോ മനുഷ്യരോട് ബഹുമാനമോ ഇല്ലാത്ത കഠിനഹൃദയനായ ഒരു ന്യായാധിപന്റെ മുൻപിലാണ് അവൾ നിൽക്കുന്നത്. അവൾക്ക് കൈക്കൂലി കൊടുക്കാൻ പണമില്ല, സ്വാധീനിക്കാൻ ആൾബലമില്ല. ആകെയുള്ളത് എനിക്ക് നീതി ലഭിക്കണമെന്ന തീക്ഷ്ണമായ ആഗ്രഹം മാത്രമാണ്. അവളുടെ നിരന്തരമായ അപേക്ഷ ആ തല്ലുപോലെയുള്ള ന്യായാധിപന്റെ മനസ്സിനെ പോലും മാറ്റാൻ കാരണമായി. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലോക സാഹചര്യങ്ങളിലേക്കൊന്ന് നോക്കൂ. ചുറ്റും യുദ്ധങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, മാറാരോഗങ്ങൾ, അർഹതപ്പെട്ട നീതി നിഷേധിക്കപ്പെടുന്ന അവസ്ഥകൾ. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകും, ദൈവം ഇതെല്ലാം കാണുന്നില്ലേ, എന്തുകൊണ്ടാണ് ദൈവം ഇടപെടാത്തത് എന്ന്. എന്നാൽ ഈ സുവിശേഷം നമ്മോട് പറയുന്നത് ദൈവം ആ ന്യായാധിപനെ പോലെയല്ല എന്നാണ്. രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തിക്കൊടുക്കുകയില്ലേ എന്ന ചോദ്യം ഈശോ ചോദിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. ദൈവത്തിന് നമ്മെ സഹായിക്കാൻ മടിയുള്ളതുകൊണ്ടല്ല ഉത്തരം വൈകുന്നത്. നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ഊട്ടിയുറപ്പിക്കാനും നമ്മുടെ ആഗ്രഹത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കാനും വേണ്ടിയാകാം അവിടുന്ന് ചിലപ്പോൾ മൗനം പാലിക്കുന്നത്. ആ ന്യായാധിപൻ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് നീതി നടത്തിയതെങ്കിൽ നമ്മെ ജീവന തുല്യം സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ് എത്ര വേഗമായിരിക്കും നമുക്കുത്തരം നൽകുക. പക്ഷേ ഈ സുവിശേഷ ഭാഗം അവസാനിക്കുന്നത് ഒരു നെഞ്ചിടിപ്പോടെ മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയൂ. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? നമ്മുടെ പള്ളികൾ നിറഞ്ഞിരിക്കുന്നുണ്ടാകാം, പ്രാർത്ഥനകൾ ഉയരുന്നുണ്ടാകാം. പക്ഷേ പ്രതിസന്ധികൾ വരുമ്പോൾ തളരാത്ത, ഉത്തരം കിട്ടാൻ വൈകിയാലും ദൈവത്തെ തള്ളിപ്പറയാത്ത ആ വിധവയെപ്പോലെയുള്ള ഉറച്ച വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികൾക്ക് മുൻപിൽ പകച്ചുപോകുമ്പോൾ, നീതി ലഭിക്കാൻ വൈകുമ്പോൾ ഭഗ്നാശരാകാതെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. അത് അവിടുത്തെ സമയത്ത്, അവിടുത്തെ രീതിയിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായ വിധത്തിലായിരിക്കുമെന്ന് മാത്രം. ആ വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.